മുസറൈസ് പട്ടണം അടുത്ത കാലത്ത് ഇവിടെ എക്സ്കവേറ്റ് ചെയ്ത് പട്ടണം ഗവേഷണം എന്ന് പറയുന്ന പേര് ഡോക്ടർ പി.ജെ. ചെറിയാൻ്റെ നേതൃത്വത്തിൽ നടന്ന വലിയൊരു ഗവേഷണം ത്തിൻ്റെ റിപ്പോർട്ടുകൾ നിങ്ങൾ വായിച്ചിരിക്കും. നമ്മൾ ദൈവം അനുവദിച്ചാൽ നാളെയോ മറ്റന്നാളിലോ മുസറൈസ് പട്ടണത്തിൻ്റെ ആ എക്സ്കവേഷൻ സ്ഥലത്തും ആ മ്യൂസിയം എല്ലാം നമ്മൾ കാണും. പണ്ട് കാലത്ത് ഈജിപ്തിൽ നിന്ന് മിസറി അവിടെ നിന്ന് ധാരാളം കപ്പലുകൾ ആ ഏരിയയിൽ ഇങ്ങോട്ട് വരുമായിരുന്നു. ഇവിടെ വന്നിട്ട് അന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ തുറമുഖം എന്ന് പറയുന്നത് മുസറൈസ് പട്ടണമായിരുന്നു. വലിയൊരു സുനാമി അടിച്ച് ആ പട്ടണം നശിച്ചു, ആ പോർട്ട് നശിച്ചു. അതിനുശേഷമാണ് നമ്മുടെ കൊച്ചിൻ പോർട്ട് ഡെവലപ്പ് ചെയ്തത്. അപ്പം നമ്മുടെ ടർക്കി ഏരിയ എന്നൊക്കെ ഓരോ 21 ദിവസം കൂടുമ്പോഴും ഒരു പാക്കപ്പൽ ഇവിടെ വരുമായിരുന്നു. നമ്മുടെ നിലയ്ക്കലിൽ നിന്നൊക്കെ വനവിഭവങ്ങൾ അങ്ങ് തമിഴ്നാട് ആ ഏരിയ തൊട്ട് ആ നിലയ്ക്കൽ അങ്ങേ ചെരുവ് തമിഴ്നാടാണല്ലോ. അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ആലപ്പുഴ കൊണ്ടുവരും. ചെറിയ വള്ളങ്ങളിൽ ആലപ്പുഴ കൊണ്ട് എന്നിട്ട് കെട്ടുവള്ളങ്ങളിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് മുസറൈസ് പട്ടണത്തിൽ നിന്ന് നമ്മൾ ഈ വിഭവങ്ങൾ ഇവർ ശേഖരിക്കുന്ന വിഭവങ്ങളെല്ലാം യൂറോപ്പ് സൈഡിലോട്ട് പോകുമായിരുന്നു. അപ്പം ഈജിപ്തുകാരും റോമാക്കാരും യഹൂദന്മാരുമായിരുന്നു പ്രധാനമായിട്ടും ഇവിടുത്തെ കച്ചവടങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഭയങ്കര സുനാമി വന്ന് ഈ പോർട്ട് തകർന്നു പോയി. ഈ റോമാക്കാരും ഒക്കെ ഇവിടെ വരാൻ പ്രധാന കാരണം അവർക്ക് അന്നത്തെ കാലത്ത് ഇലക്ട്രിസിറ്റി ഒന്നുമല്ല. ഈ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ ഇപ്പോഴാണ് പ്രധാനമായിട്ട് പ്രശ്നമായി വരുന്നത്. അന്ന് 6 മാസം ശൈത്യമാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ. അപ്പോൾ ശൈത്യ സമയത്ത് അവിടുത്തെ മൃഗങ്ങളെല്ലാം ചത്തുപോകും. അതിനു മുമ്പ് തന്നെ ഇതിനെല്ലാം കൊന്ന് പ്രിസർവ് ചെയ്യും. പ്രിസർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റ് സംവിധാനങ്ങളില്ല. കുരുമുളകും ഉപ്പും കൂടി ചേർത്ത് ഉണക്കിയാണ് ഇവർ സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ വനവിഭവങ്ങളും നമ്മുടെ സ്പൈസസും ഒക്കെ തേടിയാണ് ഇവർ വാങ്ങുന്നത്. ഈ മുസറൈസ് പട്ടണത്തിൽ നമ്മൾ അടുത്ത ദിവസം പോകുന്നുണ്ടെങ്കിൽ അവിടെ കൂടുതൽ കാര്യങ്ങൾ അറിയാം. ഈ മുസറൈസ് പട്ടണത്തിൽ ധാരാളം യഹൂദന്മാർ വന്നിവിടെ ഇവർ യാത്ര ചെയ്ത് സെറ്റിൽ ചെയ്തതെല്ലാം തെരുവുകൾ ചേർത്താണ്. പുത്തൻ തെരുവ്, എല്ലാ തെരുവ് ഊര്. ഇപ്പോൾ നിങ്ങൾ ടർക്കി വന്നിട്ടുണ്ടെങ്കിൽ അറിയാം, അവിടെ എവിടെ ചെന്നാലും ഊര് ചേർത്തുള്ള ധാരാളം ഇതുണ്ട്. അപ്പോൾ അതെല്ലാം അവരുമായിട്ട് ബന്ധപ്പെട്ടാണ്, യഹൂദന്മാരുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് പറയപ്പെടുന്നു. ഓക്കെ, ക്രിസ്തുവിന് 300 വർഷത്തിന് മുമ്പേ യഹൂദന്മാരുടെ സജീവ സാന്നിധ്യം ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു. മുസറൈസ് പട്ടണത്തിലോട്ട് വരാൻ എളുപ്പമായിരുന്നു. എല്ലാവരും കച്ചവടത്തിന് വേണ്ടി 34 രാജ്യങ്ങളിലെ ആൾക്കാർ കച്ചവടം ചെയ്തിരുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ തോമാസ് ലീഗ ന്യായമായിട്ട് ഇവിടെ വരാൻ കാരണം എന്ന് പറയുന്നത് സ്വന്തം അന്ന് അരാമിക് ഭാഷയായിരുന്നു ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ അരാമിക് ഭാഷ പറയുന്നത് സ്വന്തം അവർ ടർക്കിയിലെ എഡേസായി നിന്നാണ് ഈ തോമാസ് ലീഗ എല്ലാം ഇവിടെ വന്നത്. അന്ത്യോക്യ, എഡേസ, തർസോസ് ഇതെല്ലാം അടുത്തടുത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ അന്ത്യോക്യയിൽ ചെന്നുണ്ടെങ്കിൽ അതിനടുത്താണ് ഈ സ്ഥലങ്ങളെല്ലാം. അപ്പോൾ എഡേസായിക്ക് തൊട്ടടുത്ത് ക്നായിക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ക്നായ് തോമ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ക്നായ് തോമ വന്നതും തോമാസ് ലീഗ വന്നതും എല്ലാം ഒറ്റ പോർട്ടിൽ നിന്നാണ്. അപ്പോൾ ഞാൻ സെറാംപൂർ സിലബസിൽ ഞങ്ങളെല്ലാം പഠിച്ചിരിക്കുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ ജോർജ് വോയ്സ് സാർ ഉപയോഗിക്കുന്ന അതേ ഭാഷയിലാണ്. കരുതപ്പെടുന്ന എന്നാണ്. അപ്പോൾ ഞാനും 5-6 വർഷം തിയോളജി പഠിച്ചപ്പോഴും ചർച്ച ഹിസ്റ്ററി പഠിച്ചപ്പോഴും എല്ലാം കരുതപ്പെടുന്ന മറ്റുള്ളവരോട് പറഞ്ഞു. പക്ഷെ ടർക്കി പോയി എഡേസയിൽ പോയി കഴിഞ്ഞ് ഈ പോർട്ട് കണ്ടു കഴിഞ്ഞ് അവിടെ നിന്നുള്ള സഞ്ചാര സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള വരവും ഇവിടെ മുസറൈസ് പട്ടണവും എല്ലാം അറിഞ്ഞു കഴിഞ്ഞ് കേരളത്തിലെ അന്നത്തെ ജൂയിഷ് പൈതൃകം മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ പോലും കരുതപ്പെടുന്നതെന്ന് ഞാൻ പറയാറില്ല. തോമാസ് ലീഗ വന്നതെന്നാണ് ഞാൻ പറയപ്പെടുന്നത്. അപ്പോൾ അതെൻ്റെ ബോധ്യമായി. ഇത് ഞാൻ ഇസ്രയേലിൽ ഇരുന്നുകൊണ്ട് സാങ്കുമരം പാസ്റ്ററോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഈ റൂട്ടുണ്ട്, സ്പൈസ് റൂട്ടും ഇങ്ങനെയുള്ള വയാമാരീസും എല്ലാം കൂടെ പറഞ്ഞു. പുള്ളി പറഞ്ഞു അങ്ങനെയാണ് കേരളത്തിൽ ഇതുണ്ടെങ്കിൽ എനിക്ക് കാണാൻ വരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഇവിടെ എല്ലാം ഞാൻ ആൾക്കാരെ അങ്ങോട്ട് ഇങ്ങനെ വരാൻ തുടങ്ങിയത്. ഇതൊരു പ്രാവശ്യം മാത്രമുണ്ട്. ഓക്കെ, അപ്പം ഇത് ട്രഡീഷൻ ആണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കുക. എന്നെ സംബന്ധിച്ചോളം ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഹിസ്റ്ററി. യഹൂദന്മാർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തോമാസ് ലീഗയുടെ ഗ്രൂപ്പ് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം ഇപ്പം നമ്മൾ അമേരിക്കയിൽ പോകുന്നത്, റഷ്യയിൽ സാധാരണ പോകാറില്ല, അമേരിക്കയിൽ പോകുന്നത് മലയാളി സഹോദരങ്ങൾ അവിടെ ഉണ്ട്, നമ്മുടെ സഹോദരങ്ങൾ അവിടെ ഉണ്ട്, അവിടെ പോകും. അതുകൊണ്ട് തന്നെയാണ് സഞ്ചാര സാധ്യതകൾ ഇങ്ങോട്ട് വളരെ ആയിരുന്നു. കൂടെ സ്പൈസസ് തേടി അങ്ങ് നിലയ്ക്കൽ തൊട്ട് സംഭരിച്ചു പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഓക്കെ, തോമാസ് ലീഗ മുസറൈസിൽ വന്നിട്ട് അവിടെ നിന്ന് ബോട്ടിൽ വന്ന സ്ഥലം നമ്മളിപ്പം കാണും. അവിടെ നിന്ന്
ഇവിടെ വന്നാണ് ഈ അത്ഭുതമൊക്കെ ചെയ്തതായിട്ട് അവർ വിശ്വസിക്കുന്നത്, നമ്മളും വിശ്വസിക്കുന്നത് അത് അങ്ങനെ തന്നെയാണ്. ഓക്കെ, ആ പശ്ചാത്തലമാണ് ഇവിടെയുള്ള. അതിനാണ് ഇതിൻ്റെ ഈ ഇതെല്ലാം ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തോമസ് ലീഗ 8 പള്ളികൾ, 8 കോൺഗ്രിഗേഷൻസ് ആണ്, ചർച്ച് ബിൽഡിങ്സ് അല്ല. അന്നത്തെ കാലത്ത് ബിൽഡിങ്സ് ഇല്ലായിരുന്നെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ 8 കോൺഗ്രിഗേഷൻസ് ആണ് സ്ഥാപിച്ചത്. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ 8 കോൺഗ്രിഗേഷൻ നമ്മൾ പോകും. ആദ്യത്തെ കോൺഗ്രിഗേഷൻ അവിടെ വന്ന് മാലയങ്കര വന്നിറങ്ങിയിട്ട് വീണ്ടും ഇവിടെ വന്ന് ഇവിടത്തെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്ത്യൻ ചർച്ച് സ്ഥാപിച്ച സ്ഥലമാണ് ഇവിടെ നിൽക്കുന്നത്. അതിനുശേഷമാണ് ഇവിടെ ഈ പള്ളികൾ, കെട്ടിടങ്ങളെല്ലാം പണിഞ്ഞതൊക്കെ. അപ്പോൾ ഇത്രമേ ഇതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയത്തുള്ളൂ. അപ്പം ഇവിടെ അന്ന് കെട്ടിടങ്ങൾ ന്യായമായിട്ടും കാണത്തില്ലായിരിക്കും. കോൺഗ്രിഗേഷൻസ് ഇവിടെ ഈ പള്ളി കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് ഒരു 2 ഫർലോങ് മുന്നോട്ട് ചെല്ലുമ്പോൾ ജൂതക്കുന്നെന്ന് പറയുന്ന ഒരു മ്യൂസിയം ഇപ്പോഴും അവിടെ ഉണ്ട്. ഇത് വലിയ കുന്നായിരുന്നു, ഇതെല്ലാം ഇടിച്ച് നിരത്തി ഇങ്ങനെയൊക്കെ ആക്കിയതാണ്. തോമസ് ലീഗ ആദ്യം സ്ഥാപിച്ച കോൺഗ്രിഗേഷൻ നിന്ന സ്ഥലവും അദ്ദേഹം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്ത സ്ഥലത്താണ് നമ്മൾ വന്നത്.